ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോണേ. നമ്മളന്ന് മോര് വെച്ചൊരു പുളിങ്കറി ഉണ്ടാക്കി. അതുപോലെ ഇന്ന് മോരില്ലാതെ വാളംപുളി ചേർത്തുള്ളൊരു കൂട്ടാനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഉപയോഗിക്കാം. ഞാനിതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ചേർത്ത് വെച്ചിട്ട് നമ്മൾ വത്തൽമുളക് ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വത്തൽമുളക് ഇല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്താലും മതി. പക്ഷെ മുളക് പൊടി ആകുമ്പോൾ നമ്മൾ അവസാനം വേണം ചേർക്കാൻ. ഇതിനകത്ത് മുളകും ഉലുവയും മാത്രം ചെറിയൊരു ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതിയാവും. അതിനകത്ത് നമ്മൾ ഇവിടെ ഞാൻ കരിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കരിവേപ്പിലയും കൂടി ചേർക്കുക. കരിവേപ്പില എപ്പോഴും നമുക്ക് നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ഇതിലത് പറഞ്ഞിട്ടുണ്ട്. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഈ മുളക് ഉലുവയൊന്ന് വറുത്തെടുക്കണം. ചെറിയ ചെറിയ രീതിയിൽ വറുത്തെടുക്കണം. ഞാൻ കരിവേപ്പില ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടുന്നത്. ഉലുവയൊക്കെ നല്ലോണം ചുമന്ന് വറന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒരു മുറി തേങ്ങയോളം വേണ്ടി വരും. ഇത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് ഞാനൊന്ന് ചൂടാക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ പച്ച തേങ്ങയാണെങ്കിൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തേങ്ങ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കണം. പാത്രത്തിനകത്ത് എല്ലാം പച്ചക്കറികളും നല്ലോണം വേവിച്ചെടുക്കണം. നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. നമുക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും പാകത്തിന് ചേർക്കണം. നമ്മൾ എത്രയാണോ ഉണ്ടാക്കണം അതനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഞാൻ ഒരു സ്പൂൺ ഞാൻ കല്ലുപ്പാണ് ചേർക്കണം. കല്ലുപ്പ് ചേർത്ത് നല്ലോണം വേവിച്ചെടുക്കണം. ഞാൻ ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയും വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാൻ ഈ പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കും. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരയണം. ചമ്മന്തി അരയണ പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. എല്ലാ പച്ചക്കറിയും നല്ലോണം വെന്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് കഷ്ണം ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും ഇടയ്ക്ക് ഒഴിക്കുക. ഇപ്പോൾ ഒഴിക്കണം എന്നില്ല, ആദ്യം തന്നെ ഒഴിക്കുക. പുളി ഉപ്പും ചേർത്ത് നല്ലോണം തിളയ്ക്കണം. പുളി ഉപ്പൊക്കെ ഇതിനകത്ത് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ മിക്സിയിൽ തേങ്ങയും അരച്ച് കഴിഞ്ഞു. ഇനി എല്ലാം കൂടി ഒന്നിച്ച് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. എരിവും പുളിയൊക്കെ കറികളിൽ കഷ്ണങ്ങളിൽ നല്ലോണം പിടിക്കും. നമ്മുടെ പുളിങ്കറി റെഡിയായി കഴിഞ്ഞു. ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം ഉണ്ട്. ചൂട് ഇത്തിരി എരിവ് മുമ്പിലാണ്. നമ്മൾ നേരത്തെ വെച്ചിട്ട് പുളി ഒരിക്കലും വെറുതെ വെള്ളം ഞാൻ ചേർക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പുളി വെള്ളം മാത്രമേ നമുക്ക് ഇതിനകത്ത് ചേർക്കാവുള്ളൂ. അപ്പം നമുക്ക് ഉപ്പ് കുറവെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. എല്ലാം കൂടി തിളച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടുകും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ പുളിങ്കറി റെഡി. കടുകിട്ട് വീണ്ടും കരിവേപ്പില ഇട്ട് ആവശ്യാനുസരണം കുറുകി വരുന്നവരെ ഉപ്പും പുളിയൊക്കെ ഇതിനകത്ത് പിടിക്കുന്നവരെ ഒന്ന് തിളക്കാം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഏത് പച്ചക്കറി വെച്ച് വേണമെങ്കിലും നമുക്ക് ഈ കൂട്ടാൻ റെഡിയാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തി ദോശയുടെ കൂടെ ഒക്കെ ഇത് നമുക്ക് ഉപയോഗിക്കാം.